ഉച്ച ഉച്ചയായോ? ഞാനങ്ങ് ഉറങ്ങിപ്പോയി. കിങ്ങിണി എന്തിയേ? തത്തു ഞാൻ ഇവിടെ ഉണ്ടടാ. എന്താടാ നിനക്കെന്തോ ഭാഗ്യമാടാ? എന്താടാ തത്തു ചോദിച്ചേ? എടി നിന്റെ ആഹാരം പോച്ചയാണല്ലോ. എനിക്ക് പോച്ച കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ആഹാരം പഴങ്ങളും പച്ചക്കറികളുമാണല്ലോ. ഇവിടെ മൊത്തം പോച്ചയുള്ളൂ. അതുകൊണ്ട് നിനക്ക് കഴിക്കാൻ പറ്റുമല്ലോ. എന്നെയാണെങ്കിൽ കൂട്ടിലടച്ചിട്ടുണ്ട്. എനിക്ക് പഴങ്ങളും പച്ചക്കറിയും ഒന്നും ധാരാളം കിട്ടത്തില്ല. അല്ലാതെ പറന്നേലും കഴിക്കാമായിരുന്നു. അത് ശരിയാടി നീ പറഞ്ഞത് സത്തു. എന്നെ ഈ കെട്ടിയേക്കുന്ന ഈ കയറ് കണ്ടോ? ഈ കയറ് തിന്നാൻ പറ്റുന്ന അത്രയും പോച്ച ഞാൻ തിന്നു. എന്നെ ഇങ്ങോട്ട് മാറ്റി കെട്ടി എനിക്ക് ഇവിടുത്തെ പോച്ച മൊത്തം തിന്ന് കണ്ടിട്ട് കൊതിയാവുന്നു. എടാ തത്തു അങ്ങോട്ട് നോക്കിയേ. ദേ വരുന്ന മുതലാളി ശിഷ്യനും അല്ലേ? ശരിയാടി നീ പറഞ്ഞത്. മുതലാളി ശിഷ്യനുമാ. എടാ നിനക്ക് ഇപ്പഴും കിങ്ങിണിയോടുള്ള പേടി മാറിയോ? പേടി എന്തുവാ? ഇല്ല, പേടി നാളത്തോട് മാറ്റിക്കോണം. അല്ല നിന്നെ കിങ്ങിണിയുടെ കൂട്ടി കെട്ടിയിടും. അയ്യോ വേണ്ട ആശാനെ, ഞാൻ പഠിച്ചോളാം. ആശാനെ ഇവിടെ കാണുന്നില്ല. മുതലാളി ഞാൻ ഒരു കാര്യം പറയട്ടെ. ആശാൻ നീ എന്നെ കൊറേ ദിവസമായിട്ട് നീ മുതലാളി എന്നാണ് വിളിക്കുന്നത്. ഞാൻ അടി തരും. ശരി ആശാൻ മുതലാളി. ആശാനെ ഇത് വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളെ പോലത്തെ ഒരു മരം കയറി ദിവസം എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ മരത്തെ കയറിയതാ. അവന് കിട്ടിയ പണി എന്തുവാണെന്നറിയോ? എന്തുവാ? അവന് അവിടെ ആണെങ്കിലേ എന്താ അവിടെ മഴങ്കേറി വാസനെ അറിയാവോ? നിനക്ക് മഴങ്കേറി വാസനെ അറിയാവോ? അറിയാം. ഇപ്പൊ വരാം. പെട്ടെന്ന് പറഞ്ഞേ. വന്നോ? എവിടെ പോയതാ? ഒരളം വരെ. അയ്യനെ പിന്നെ ആ തിരക്കാണെങ്കിലേ അവിടെ ഒരു കൊച്ചുരിപ്പുണ്ടായിരുന്നു ആ വീട്ടിൽ. അങ്ങനെ മരത്തേന് പേരൊക്കെ വരയ്ക്കാൻ പോയിരുന്നു. അപ്പൊ അവൻ എന്തോ കാണിച്ചെന്നറിയോ? ഇതേപോലത്തെ ഒരു മുണ്ടായിട്ടെ. പക്ഷെ അങ്ങാരുടെ മുണ്ട് ഊരിക്കൊണ്ട് പോയി. ഒരു നാളെ കേട്ട് അങ്ങനെ പിന്നെ ചെക്കനെ കണ്ടപ്പോ ചെക്കനാണെങ്കിൽ എന്തൊക്കെയോ എടുത്തിട്ട് അവനെ തല്ലിട്ട് കടന്നു. അല്ലെങ്കിൽ ലാസ്റ്റ് എന്തുവെന്നറിയോ? പൂന്താലി വെച്ച് അടിച്ചടിച്ച് അവിടെ. ഇപ്പൊ അവൻ ആശുപത്രിയിലാണ് കിടപ്പാണ്. നോക്കണം. ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ. നിന്നെ ഞാൻ ഏൽപ്പിച്ച പണി അവനെ ഇപ്പൊ കുറച്ച് സ്റ്റേജ് കൂടി. ചിലപ്പോ ഇപ്പൊ വടിയാവുന്നാ പറയുന്നത്. ഞാൻ താഴോട്ട് വരട്ടെ. നിനക്ക് ഞാൻ തരാടാ. എന്താ ചെയ്യലേ? ജോലിയെല്ലാം ചെയ്തില്ല. തരാടാ. ഹായ് മലയാളി. ഈ ശിഷ്യന്റെ ഓരോ ഇത് ഇവിടുത്തെ ചെറുക്കൻ്റെ കൂടെ കിടന്ന് ഓടുക. ശിഷ്യനെ ഇന്ന് കൈ കിട്ടുവാണെ അടിച്ചവൻ്റെ കൂപ്പാട് കൂട്ടിക്കും ഞാൻ. ഓരോടോ നീ? ഞാനവിടെ ഇവിടുത്തെ പേപ്പട്ടി കാശു. അവർക്കെല്ലാം എന്തെങ്കിലും പറയണ്ടോ? അയ്യോ ഞാൻ പോയിക്കോളാം. വേണ്ടി അത് ചെയ്യല്ലേ. മണ്ടബാവിനെ കണ്ടില്ലേ? രക്ഷപ്പെട്ടതാ തോന്നുന്നു. അമ്മ പോയെന്ന് തോന്നുന്നു. അവിടെ നിൽക്കുന്ന ഞാൻ ചെറ്റ പോലെ കിങ്ങിനെ എടുത്തോണ്ട് വിടാം. ചെരുപ്പ്
നിനക്ക് ഇവിടെ നിന്നുള്ള റോളേ ഉള്ളു. അങ്ങനെ ഞാൻ മുള്ളിനകത്ത് കയറിപ്പോണം. ഞാൻ കഴിവുണ്ട്. ചെറുക്കന് പേടിയൊന്നും ഇല്ലയോ? ഈ കിങ്ങിണി കുട്ടിയെ കഴിച്ചോണ്ട് പോരുന്നു. എന്തിന്റെ കുഞ്ഞാ? പശുവാണോ അതോ പട്ടിയാണോ? എനിക്ക് ക്ലാവിനെ വലിയ കാര്യത്തിൽ പേടിയില്ല കേട്ടോ. ഈ ചെറുക്കൻ എന്തോ ഓട്ടോ വഴി ഓടുന്നേ? എന്തോ അവിടെ? അയ്യോ ചെറുക്കനെ വല്ല പറ്റിയോ? അയ്യോ ചെറുക്കനെ വല്ല പറ്റിയോ? അയ്യോ ചെറുക്കനെ വല്ല പറ്റിയോ? നിങ്ങളുടെ കൂടെ ഞാൻ ഇപ്പൊ കാളക്കടാവായിട്ട് കളക്കേണ്ടി വരും. അയ്യോ നീ ഇവിടെ നിന്ന് പ്രശ്നം ഓടിക്കോളി. ഓയോ പൊട്ടൻ കണ്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞായിരുന്നു അവര് ഇങ്ങനെ ഇവിടെ കൂടെ കെട്ടിയിടുമല്ലോ. ഒരു ഐഡിയ ഉണ്ട്. ആണോ? ആണ് ഞാൻ കൊടുക്കുന്നുണ്ട്. നീ എവിടാ? നിന്നെ കണ്ട ഞാൻ അടിച്ചു ഓട്ടിക്കോളെ. എന്റെ ചെറുക്കനെ കെട്ടിയിടുന്നോ? ഞാനാ? നീ എന്റെ മോനെ കെട്ടിയിട്ടോടാ? എന്റെ മോനെ ഞാനിപ്പം കെട്ടിയിട്ടു. തന്റെയോ? ആരാ? തന്റെ തന്നെ. ആരാ? മുതലാളികളെ. ഇങ്ങോട്ട് വേണം. നിന്നെ പശുവിന്റെ കൂടെ കെട്ടിയിടും ഞാൻ. അവളവിടെ നിൽക്കും. അല്ലായിരുന്നു നിന്നെ കെട്ടിയിടായിരുന്നു. ആ ഇത് പറ്റി അവന്റെ കൂട്ടുകാരല്ലേ ജോസൂട്ടൻ. ജോസൂട്ടാ ഹായ്. ജോസൂട്ടൻ ഇവിടെ അടിയാണോടാ ജോസൂട്ടാ? അവനെന്തിയാടാ അതിന്റെ കൂട്ടുകാരൻ? അവിടെ ഇവനെ നിന്റെ കൂട്ടുകാരനെ കെട്ടിയിട്ട് ഇവനിട്ട് പണി കൊടുത്തിട്ട് വരാം. നീ അങ്ങോട്ട് പോവല്ലേ? ഇത് ജോസൂട്ടനല്ലേ? അവനെന്തി? അവനവിടെ പോയി. നീ അവിടെ പോവാടാ. കെട്ടിയാടാ നിന്നെ കെട്ടിയിടുവാടാ. നീ ഓടുന്നു. നിന്നെ 10 ദിവസം കെട്ടിയിടുവാടാ. നിന്നെ ഇവിടെ കെട്ടിയിടുവാടാ. 1 മാസം കെട്ടിയിടുവാടാ. എടാ ജോസൂട്ടൻ ഉണ്ടോ അവിടെ ഇരിക്കുന്നു? എടാ ജോസൂട്ടൻ നിന്നെ നോക്കൂ അല്ലടാ ജോസു? മനസ്സിലായോ? ഞാൻ തുറന്നു വിട്ടേ മാമനെ. എന്റെ കൂട്ടുകാരനെ എന്തിനാ മാമൻ കെട്ടിയിട്ടെ? എന്തിനാ കെട്ടിയിട്ടെ? നിന്റെ കൂട്ടുകാരനെ ഞാൻ എന്തുവാ ചൊറിഞ്ഞേ?
ആണെങ്കിലേ ഒന്ന് ഓടിക്കാൻ പോയി. അത്രയും ചെയ്തുള്ളൂ. അപ്പോളെ ആ കള്ളനാണെങ്കിലേ പറഞ്ഞത് അവനെ ഞാൻ കെട്ടിയിട്ടത് പേരക്ക മരത്തേല് അതുപോലെ അവൻ ഇരിക്കുക. അതാ ഞാൻ എന്നെ ആ മുതലാളി കെട്ടിയിട്ടത്. ശരി ശരി ഏട്ടാ, എന്റെ കൂട്ടുകാരനെ ഒന്ന് കാണിച്ചു തരണം, അല്ല ഞാൻ ഇവിടെ കിടക്കും. ഇതാണോ നിന്റെ വീട്? ഇങ്ങോട്ട് വരുന്നോടാ, നമുക്ക് ഇവിടെ കളിക്കാം. എന്താണ് എന്റെ പേര്? ശരി ശരി. ഓ, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഒരു ജീവിയായത് ഭാഗ്യം. അല്ല, എന്നെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി മുതലാളി എന്നെ ഫ്രൈ ചെയ്ത് തിന്നാനെ. ഞങ്ങൾ ഇതിനകത്തൊന്നും ഉൾപ്പെടുന്നില്ല. ഞങ്ങൾ ഇവിടെ നീന്തി കളിക്കും. ഞങ്ങളങ്ങ് പോയേക്കാം. പോയാലും ഞങ്ങളവിടെ പോയാലേ ഞങ്ങൾ ഇതിനകത്ത് തന്നെ നീന്തി കളിക്കാം. ഞങ്ങളെ ഒന്നും ഉൾപ്പെടുത്തില്ലേ. ആക്കി ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കും. ഞങ്ങൾ കൊച്ചതാ.